വെൽക്കം ടു സീമെഡ് അക്കാദമി. ഇന്ന് നമുക്ക് ഡി എൻ എ വൈറസിനെ പറ്റി പഠിക്കാം. ഡി എൻ എ വൈറസില് നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോഡ് വെച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി എൻ എ നമ്മൾ പഠിച്ചത്. അതായത് 3p2h+ab. ഓക്കെ, ആ ക്ലാസ് കാണാത്തവര് എന്തായാലും കാണണം. 3p+2h+ab. അതിൽ നമ്മള് 2h എന്നുള്ളത് ഹെർപ്പിസ് വിരിഡെ ഫാമിലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എക്സാമ്പിൾസ് വെച്ചിട്ട് ഡീറ്റെയിൽ ആയി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹെപ്പാർന വിരിഡെ. അപ്പൊ നമുക്ക് ഇന്ന് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെർപ്പിസ് വൈറസ് നമുക്ക് നോക്കാം. ഹെർപ്പിസ് വൈറസിന്റെ സബ് ഫാമിലിയിൽ വരുന്നതാണ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ആൽഫയില് നമുക്ക് ഹെർപ്പിസ് വൈറസ് 1, 2, 3 ആണ് ആൽഫയിൽ വരുന്നത്. ഹെർപ്പിസ് വൈറസ് 1 എന്ന് വെച്ചാൽ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ടൈപ്പ് 1 എന്നാണ്. ഹെർപ്പിസ് വൈറസ് 2 എന്ന് വെച്ചാൽ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ടൈപ്പ് 2 എന്നാണ്. പിന്നെ ഹെർപ്പിസ് വൈറസ് 3 ദാറ്റ് ഈസ് വെരിസെല്ല സോസ്റ്റർ വൈറസ്. വെരിസെല്ല സോസ്റ്റർ വൈറസ് ചിക്കൻ പോക്സ് ആണ് ഉണ്ടാക്കുക. നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസസ് ആണ് ചിക്കൻ പോക്സ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം. അപ്പോൾ ആൽഫയിൽ നമുക്ക് 3 ഹെർപ്പിസ് വിരിഡെ ഫാമിലിയാണ് കാണാൻ പറ്റുന്നത്. ഹെർപ്പിസ് വൈറസ് 1, 2, 3. ഹെർപ്പിസ് വൈറസ് 1ന് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ടൈപ്പ് 1 എന്നും, ഹെർപ്പിസ് വൈറസ് 2ന് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ടൈപ്പ് 2 എന്നും, ആൻഡ് ഹെർപ്പിസ് വൈറസ് 3ന് വെരിസെല്ല സോസ്റ്റർ വൈറസ് എന്നുമാണ് പറയുന്നത്. Then we are coming into beta. Beta സബ് ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെർപ്പിസ് വൈറസ് 5ഉം 6ഉം 7ഉം ആണ് കാണാൻ പറ്റുന്നത്. ഹെർപ്പിസ് വൈറസ് 5 എന്ന് വെച്ചാൽ സൈറ്റോമെഗാലോ വൈറസ് ആണ്. ഹെർപ്പിസ് വൈറസ് 6 ഹ്യൂമൻ ഹെർപ്പിസ് വൈറസ് 6 തന്നെയാണ്. 7ഉം 7 തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എ ഗാമ സബ് ഫാമിലി. ഗാമയില് 4ഉം 8ഉം ആണ് വരുന്നത്. 4ല് എപ്സ്റ്റീൻ ബാർ വൈറസും 8ല് കാപ്പോസി സാർക്കോമ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് അസോസിയേറ്റഡ് ഹെർപ്പിസ് വൈറസ്. സോ ഈ ഒരു സബ് ഫാമിലിയില് മോസ്റ്റ്ലി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഈ ഫസ്റ്റത്തെ ഈ ഒരു കോളംസ് ഒന്നുമല്ല. മെയിൻ ആയിട്ട് അതിന്റെ ഒഫീഷ്യൽ നെയിമും പിന്നെ കോമൺ നെയിമും ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് ടൈപ്പ് 1 ഏത് സബ് ഫാമിലിയിലാണ് ഉള്ളത്? അപ്പൊ നമ്മൾ പറയണം ആൽഫ. അതേപോലെ തന്നെ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 5 അത് ഏതാണ്? ഓപ്ഷൻസ് എപ്സ്റ്റീൻ ബാർ വൈറസ് കൊടുക്കാം, ആൻഡ് സൈറ്റോമെഗാലോ വൈറസ്, ആൻഡ് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1 and 2. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹെർപ്പിസ് വൈറസ് 5 കോസ് ചെയ്യുന്ന അതിന്റെ കോമൺ നെയിം എന്ന് വെച്ചാൽ സൈറ്റോമെഗാലോ വൈറസ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ടേബിള് ലാസ്റ്റത്തെ 2 ബോക്സ് നമ്മൾ നിർബന്ധമായി പഠിക്കണം. കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1, 2 and 3 ആൽഫയിലാണ്, ആൻഡ് ബീറ്റയിൽ ആണെങ്കിൽ 5ഉം 6ഉം 7ഉം. ഓക്കെ, പിന്നെ 4ഉം 8ഉം. 4, 8 എന്ന് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 മൾട്ടിപ്പിൾസ് ആണ് 8ന്റെ. അപ്പൊ ഈ 4ഉം 8ഉം വരുന്നത് ഗാമയിലാണ്. 4 കോസ് ചെയ്യുന്നത് 4ന്റെ കോമൺ നെയിം എപ്സ്റ്റീൻ ബാർ വൈറസും 8ന്റെ കോമൺ നെയിം കാപ്പോസി സാർക്കോമ വിച്ച് ഈസ് അസോസിയേറ്റഡ് ഹെർപ്പിസ് വിരിഡെ. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്ലൈഡ് ഈസ് അബൌട്ട് ഹെർപ്പിസ് വൈറസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോ ഹെർപ്പിസ് വൈറസ് ഫാമിലിയിൽ നമുക്ക് കുറെ സബ് ഫാമിലീസ് വരുന്നുണ്ട്. ഓക്കെ, 3 സബ് ഫാമിലീസ് വരുന്നുണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1ഉം 2 ആണ്. അതിന്റെ ഡിഫറൻസ് പഠിക്കാനുണ്ട്. പിന്നെ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരുന്നത്, അതെല്ലാം നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. സോ ഹെർപ്പിസ് വൈറസിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് എന്ത് ഒരു ഹെർപ്പിസ് വിരിഡെ ഫാമിലിയിൽ കോസ് ചെയ്യുന്ന ഹെർപ്പിസ് വൈറസിന്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റും, ഈ മേലെ ഒരു പെപ്ലോമേഴ്സ് ആയിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ഗ്ലൈക്കോപ്രോട്ടീൻസ്. സോ ഇതാണ് ഗ്ലൈക്കോപ്രോട്ടീൻസ്. അതിന് താഴെ നമുക്ക് എൻവലപ്പ് കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഓക്കെ, നമുക്കറിയാം DNA വൈറസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ DNA വൈറസും ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ്. എക്സെപ്ഷൻ കേസ് ഉണ്ട്. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഏത് പാർവോ വൈറസ് എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ക്യാപ്സിഡ് കാണാൻ പറ്റും. അതിന്റെ ഇടയിൽ നമുക്ക് ഈ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെയാണ് ടെഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉണ്ട്, എൻവലപ്പ് ഉണ്ട്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA, പിന്നെ ക്യാപ്സിഡ്, പിന്നെ അതുപോലെ തന്നെ ടെഗ്യുമെന്റ്. അപ്പോൾ ഹെർപ്പിസ് വൈറസിന്റെ പ്രോപ്പർട്ടീസ് എന്താന്ന് വെച്ചാൽ ഹെർപ്പിസ് വൈറസ് ഇസ് എ ലാർജ് സ്ഫെറിക്കൽ ആണ്. ഓക്കെ,
സ്ഫെറിക്കൽ ആണ്. എക്കോസിഡ്രൽ സിമെട്രി ആണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ DNA വൈറസും ആൻഡ് RNA വൈറസും എക്കോസിഡ്രൽ സിമെട്രി ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയും അത് സ്ഫെറിക്കൽ ഷേപ്പ് ആയിട്ടുള്ള എക്കോസിഡ്രൽ സിമെട്രി ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ഹെർപ്പിസ് വൈറസ്. നമ്മൾ പറഞ്ഞു ഹെർപ്പിസ് വൈറസ് 1ഉം 2ഉം അത് സബ് ഫാമിലി ആയിട്ടുള്ള ആൽഫയിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് ഫസ്റ്റ് പഠിക്കാം. ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1 അതിന്റെ ട്രാൻസ്മിഷൻ എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. അത് സ്കിന്നിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. എബ്രേഡഡ് ആയിട്ടുള്ള സ്കിന്നിലൂടെ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്കിന്നിലൂടെ പെട്ടെന്ന് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1. ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 2 ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെക്ഷൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, സോ ഇതിന്റെ ലേറ്റൻസി എന്ന് വെച്ചാൽ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1 ട്രൈജെമിനൽ ഗാംഗ്ലിയാണ് ആൻഡ് 2 വരുന്നത് സാക്രൽ ഗാംഗ്ലിയാണ്. വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് ഒരു ഇനീഷ്യൽ ഇൻഫെക്ഷൻസ് ഫസ്റ്റ് വരും. ആ ഇനീഷ്യൽ ഇൻഫെക്ഷൻസിന് ശേഷം നമ്മുടെ ബോഡിയിൽ നിന്നും ഒരു ബാക്ടീരിയ അല്ല, വൈറസ് കംപ്ലീറ്റ്ലി നമ്മുടെ ബോഡിയിൽ നിന്നും പോകുന്നില്ല. അത് നേരെ എന്ത് ചെയ്യും, ഈ ബ്ലഡ് വെസൽസിലൂടെ പോയി നർവ് സെൽസിലൂടെ അത് എന്ത് ചെയ്യും, നേരെ ബ്രെയിനിലേക്ക് എത്തും. അത് ബ്രെയിനിൽ ലേറ്റൻസി ആയിട്ട്, അതായത് ലേറ്റന്റ് പീരിയഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ട്രൈജെമിനൽ ഗാംഗ്ലിയ ഇൻ ദ കേസ് ഓഫ് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1. ആൻഡ് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 2 അത് സാക്രൽ ഗാംഗ്ലിയയിലായിരിക്കും കിടക്കുക. ഓക്കെ, ഇനി ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1 യൂഷ്വലി അത് യങ് ചിൽഡ്രൻ, ചെറിയ കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. എന്നാൽ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 2 യങ് അഡൾട്ടിലാണ് ബാധിക്കുന്നത്. കാരണം നമുക്കറിയാം അതിന്റെ ട്രാൻസ്മിഷന് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ട്രാൻസ്മിഷൻ റേറ്റ് ഏത് ടൈപ്പ് ഏജിലാന്ന് വെച്ചാൽ റിപ്രൊഡക്റ്റീവ് ഏജിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, when you are coming into the common manifestation. കോമൺ മാനിഫെസ്റ്റേഷൻസ് എന്ന് വെച്ചാൽ ഓറൽ ഫേഷ്യൽ മ്യൂക്കോസൽ ലെഷൻസ്. അതായത് നമുക്ക് ഇൻഫെക്ഷൻസ് ലിപ്സിന്റെ നാലുപുറം, മൗത്തിന്റെ നാലുപുറത്ത് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് കാണാൻ പറ്റും, അതായത് ലെഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതല്ലാണ്ട് ഇപ്പൊ CNS മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, പിന്നെ ഒക്യുലർ ലെഷൻസ്, കണ്ണിന്റെ നാലുപുറമുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത് ഈ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1 കാരണം കൊണ്ടാണ്. പിന്നെ സ്കിൻ ലെഷൻസ്. സ്കിൻ ലെഷൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട നമ്മളൊരു പോയിന്റ് ആണ്. സ്കിൻ ലെഷൻസ് യൂഷ്വലി വരുന്നത് എബവ് ദ വേസ്റ്റ് ആണ്. വേസ്റ്റിന്റെ മേലേക്കുള്ള ഏതൊരു ഭാഗത്തും, ഇപ്പൊ കയ്യിലായിക്കോട്ടെ, കഴുത്തിലായിക്കോട്ടെ, ചുണ്ടിന്റെ നാലുപുറം, മൗത്തില്, പിന്നെ ഐസില്, ഇവിടൊക്കെ വരുന്ന ലെഷൻസ് എല്ലാം ഇറ്റ്സ് ഡ്യൂ ടു ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1 കാരണം കൊണ്ടാണ്. സോ ഈ എബവ് ദ വേസ്റ്റ് എന്നുള്ള പോയിന്റ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് വരാം. എന്നാൽ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 2 പറയുന്നത് അത് മെയിൻ ആയിട്ട് ജെനിറ്റൽ ലെഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു അതിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയാണ്. അപ്പോൾ ജെനിറ്റൽ ലെഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ സ്കിൻ ലെഷൻസ്. ഇവിടെ സ്കിൻ ലെഷൻസ് ഉണ്ടാവുന്നത് ബിലോ ദ വേസ്റ്റ്, വേസ്റ്റിന്റെ താഴെയുള്ള റീജിയൻസിലായിരിക്കും ഈ ഒരു സ്കിൻ ലെഷൻസ് ഉണ്ടാവുക. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നിയോനാറ്റൽ ഹെർപ്പിസ്. നിയോനാറ്റൽ ഹെർപ്പിസ് ഈ ഒരു പ്രഗ്നന്റ് വിമണില് ഓൾറെഡി ഒരു ഹെർപ്പിസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നന്റ് വിമൺ ആണ്. ആള് ഒരു കുട്ടിക്ക് ഒരു ഡെലിവറിക്ക് ശേഷം ആ കുട്ടി എന്തായിരിക്കും, ആ ഒരു നിയോനാറ്റ് ഹെർപ്പിസ് ഇൻഫെക്റ്റഡ് ആയിരിക്കും. സോ അതാണ് ഹെർപ്പിസ്, നിയോനാറ്റൽ ഹെർപ്പിസ് എന്ന് പറയുന്നത്. സോ നിയോനാറ്റൽ ഹെർപ്പിസും ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 2 കാരണം അത് സെക്ഷൽ മോഡിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഇൻഫെക്ഷൻസ് മോസ്റ്റ്ലി ജെനിറ്റൽ ഏരിയാസിലായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് അത് കുട്ടികൾക്ക്, ദാറ്റ് മീൻസ് ഇൻഫാൻസിന് അഥവാ നിയോനാറ്റ്സിനെ ബാധിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. സോ ദാറ്റ് ഈസ് നിയോനാറ്റൽ ഹെർപ്പിസ്. സോ കോമൺ മാനിഫെസ്റ്റേഷൻസിൽ 1 നമുക്ക് പറയാനുള്ളത് ഓറോഫേഷ്യൽ ഉണ്ടായിരിക്കും, അറൌണ്ട് ദ ലിപ്സ്, അറൌണ്ട് ദ മൗത്ത്. ഓക്കെ, പിന്നെ ഒക്യുലർ ലെഷൻസ് അറൌണ്ട് ദ ഐസ്. പിന്നെ CNS മാനിഫെസ്റ്റേഷൻസ് പറയുകയാണെങ്കിൽ എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് എക്സെട്ര. ആൻഡ് സ്കിൻ ലെഷൻസ് പറയുകയാണെങ്കിൽ ഇൻഫെക്ഷൻസ് മെയിൻ ആയിട്ട് ഒക്യൂർ ചെയ്യുന്നത് എബവ് ദ വേസ്റ്റ് ആയിരിക്കും. ആൻഡ് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 2 കേസ് പറയുകയാണെങ്കിൽ യൂഷ്വലി അത് ജെനിറ്റൽ ഏരിയാസിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇൻഫെക്ഷൻസ്, സ്കിൻ ലെഷൻസ് എബവ് ദ വേസ്റ്റിലല്ല, ബിലോ ദ വേസ്റ്റിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് നിയോനാറ്റൽ ഹെർപ്പിസും കോസ് ചെയ്യുന്നത് ഈ ഒരു ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 2 കാരണം കൊണ്ടാണ്.
ഓക്കെ, ബാക്കി ഇനി ചിക്കൻബ്രിയോ, ഫൈബ്രോബ്ലാസ്റ്റ്, ന്യൂറോ വയറുലൻസ് ആ ഒരു പോയിന്റ്സ് ഒന്നും അത്രമാത്രം ഇമ്പോർട്ടൻസ് അല്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഈ ഫസ്റ്റത്തെ 4 പോയിന്റ്സ്. ഓക്കെ, അതിന്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, അതായത് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1ന്റെ ട്രാൻസ്മിഷൻ നമ്മൾ പറഞ്ഞു, ഡയറക്റ്റ് കോൺടാക്ട് ആണ്, എബ്രീഡഡ് സ്കിന്നിലൂടെ അല്ലെങ്കിൽ മ്യൂക്കോസൽ മെംബ്രെയിൻസിലൂടെയാണ് മെയിൻ ആയിട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 2 മെയിൻ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ആയിരിക്കും. ലേറ്റൻസിയുടെ കേസ് പറയുകയാണെങ്കിൽ ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 1 ആണെങ്കിൽ അത് ട്രൈജെമിനൽ ഗാംഗ്ലിയ, ആൻഡ് ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ് 2 ആണെങ്കിൽ then it will be sacral ganglia. ആൻഡ് ഏജ് എഫക്റ്റ് ആസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതൊരു എബ്രീഡഡ് സ്കിൻ അഥവാ മ്യൂക്കോസിലൂടെ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ട്രാൻസ്മിഷൻ നടക്കുകയാണെങ്കിൽ അത് യൂഷ്വലി യങ് ചിൽഡ്രനിലാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ആണെങ്കിൽ then it will be യങ് അഡൾട്ട്, അതായത് റിപ്രൊഡക്റ്റീവ് ഏജിലായിരിക്കും കൂടുതൽ നമുക്ക് ഇൻഫെക്ഷൻസ് കാണാൻ പറ്റുന്നത്. പിന്നെ കോമൺ മാനിഫെസ്റ്റേഷൻസ് ഓറോഫേഷ്യൽ മ്യൂക്കോസൽ ലെഷൻസ്, ഒക്യുലർ ലെഷൻസ്, സ്കിൻ ലെഷൻസ്. ഇവിടെ ജെനിറ്റൽ ലെഷൻസ്, സ്കിൻ ലെഷൻസ്, ന്യൂനാറ്റൽ ഹെർപ്പീസ് ഇൻ ദ കേസ് ഓഫ് ഹെർപ്പീസ് സിംപ്ലെക്സ് വൈറസ് 2. അപ്പൊ ഞാൻ ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്മിഷനും പിന്നെ അതുപോലെ തന്നെ ലേറ്റൻസിയും. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ 2 ബോക്സിനാണ് കൊടുക്കേണ്ടത്. പോരാത്തതിന് ഈ ഒരു ടേബിളിൽ ഈ ഫസ്റ്റത്തെ 4 പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, so this is the difference between the herpes simplex virus 1 and 2. So when we are going to study about the clinical manifestation. ഇതിന് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ 1 to 26 ഡേയ്സ് ആണ് ഇൻക്യുബേഷൻ പീരീഡ്. ഓക്കെ, ഇനി ഓറോഫേഷ്യൽ മ്യൂക്കോസൽ ലെഷൻസ്. ഓറോഫേഷ്യൽ മ്യൂക്കോസൽ ലെഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് HSV1 ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഇൻഫെക്ഷൻസ് ആണ് ഓറോഫേഷ്യൽ മ്യൂക്കോസൽ ലെഷൻസ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള എഫക്റ്റഡ് സൈറ്റ് എന്ന് വെച്ചാൽ ബക്കൽ മ്യൂക്കോസൈൽ, മീൻസ് മൗത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഓറോഫേഷ്യൽ, മീൻസ് ഓറൽ മീൻസ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു മൗത്ത്. സോ ഓറോഫേഷ്യൽ മ്യൂക്കോസൽ ലെഷൻസ് എന്ന് വെച്ചാൽ അതിന്റെ കോമൺ എഫക്റ്റഡ് സൈറ്റ് എവിടെയെന്ന് വെച്ചാൽ ബക്കൽ മ്യൂക്കോസയാണ്. ആൻഡ് മോസ്റ്റ് ഫ്രീക്വന്റ് പ്രൈമറി ലെഷൻസ് ആർ ജിഞ്ചൈവോസ്റ്റൊമാറ്റൈറ്റിസ് ആൻഡ് ഫാരഞ്ചൈറ്റിസ്. Gingivitis and pharyngitis means pharyngitis we all know that, and gingivitis എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇൻഫെക്ഷൻ, അത് മൗത്തിലായിരിക്കും ഉണ്ടാവുക. അതാണ് ഫ്രീക്വന്റ് പ്രൈമറി ലെഷൻസ്. ഇനി ഫ്രീക്വന്റ് റെക്കറന്റ് ലെഷൻസ് ഈസ് ഹെർപ്പിസ് ലാബിയാലിസ്. ഹെർപ്പിസ് ലാബിയാലിസ് എന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിന്റെ 4 പുറം, നമ്മുടെ ലിപ്സിന്റെ 4 പുറം ലെഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ലെഷൻസ് എന്ന് വെച്ചാൽ വെസിക്കുലർ ലെഷൻസ് ആയിരിക്കും. ആ ഒരു വെസിക്കിൾസ്, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള വെസിക്കിൾസ് നമ്മളെ ലിപ്സിന്റെ 4 പുറം കാണുന്നതിനാണ് ഹെർപ്പിസ് ലാബിയാലിസ് എന്ന് പറയുന്നത്. ആൻഡ് പ്രൈമറി ലെഷൻസ് ആ ജിഞ്ചൈവോസ്റ്റൊമാറ്റൈറ്റിസ്, അതായത് ഇൻഫെക്ഷൻസ് മൗത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണ് ഓറോഫേഷ്യൽ മ്യൂക്കോസൽ ലെഷൻസ്. അപ്പൊ ഞാനിവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ജിഞ്ചൈവോസ്റ്റൊമാറ്റൈറ്റിസും പാരൻസൈറ്റിസും ഒക്കെ ഏറ്റവും കൂടുതൽ കോസ് ചെയ്യുന്ന വൈറസ് ഏതാ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് വരാം. ഹെർപ്പിസ് ലാബിയാലിസ് നമുക്ക് ഏത് വൈറസ് കാരണം കൊണ്ടാണ് കോസ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് വെദർ ഹെർപ്പിസ് ലാബിയാലിസ് ഇസ് പെയിൻഫുൾ ഓർ നോട്ട്. ഓക്കെ, വെദർ ഇറ്റ് ഈസ് എ വെസിക്കിൾ ഓർ ഇറ്റ് ഈസ് എ നോൺ വെസിക്കിൾ എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റും. സോ ഞാനിവിടെ മാർക്ക് ചെയ്ത റെഡ് കളറിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. When you are coming into the CNS infection, CNS infections മെയിൻ കോസ് ചെയ്യുന്നത് HSV1 കാരണം കൊണ്ടാണ്. അതിലാണ് നമുക്ക് എൻസെഫലൈറ്റിസ് ഒക്കെ കാണാൻ പറ്റുന്നത്. ഓക്കെ, മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ് ഒക്കെ കാണാൻ പറ്റുന്നത് CNS മാനിഫെസ്റ്റേഷൻസ് കാരണം കൊണ്ടാണ്. ഇനി ക്യൂട്ടേനിയസ് ലെഷൻസ് എന്ന് വെച്ചാൽ അതില് ഹെർപറ്റിക് വിറ്റ്ലോ, ഫെബ്രിൽ ബ്ലിസ്റ്റേഴ്സ്, ഹെർപറ്റിക് ഗ്ലാഡിയോചെറം, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, മീൻസ് ഈ ഒരു 5 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹെർപറ്റിക് വിറ്റ്ലോ എന്ന് വെച്ചാൽ ഈ ഒരു ഹെർപറ്റിക് ലെഷൻസ് മെയിൻ ആയിട്ട് നമുക്ക് ഫിംഗേഴ്സിലായിരിക്കും കാണാൻ പറ്റുക. ഒരു വെസിക്കുലർ ലെഷൻസ് നമുക്ക് ഫിംഗേഴ്സിൽ കാണാൻ പറ്റുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് HSV type 1, നോട്ട് type 2. type 2 സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഇത് കോസ് ചെയ്യുന്നത് type 1 കാരണം കൊണ്ടാണ്. ഓക്കെ, ഇനി ഈ ഫെബ്രൽ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ ഈ ഒരു ലിപ്സിന്റെ 4 പുറം ഉണ്ടാവുന്ന ഒരു
ഇൻഫെക്ഷൻസ് ആണ് ഫെബ്രൽ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഹെർപ്പീസ് ഗ്ലാഡിയോചറം എന്ന് വെച്ചാൽ ഈ ഒരു ഹെർപ്പീസ് ഇൻഫെക്ഷൻസ് ഒക്യുവർ ചെയ്യുന്നത് അത്ലറ്റ്സിലാണ്. മെയിൻ ആയിട്ട് അത്ലറ്റ്സിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്ലറ്റ്സിന്റെ ഈ ഒരു നെക്കിന്റെ റീജിയൻസിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഇൻഫെക്ഷൻസ് കാണാൻ പറ്റുക. അപ്പൊ അതാണ് ക്യൂട്ടേനിയസ് ലെഷൻസ്. ദെൻ ഒക്യുലാർ ലെഷൻസ്. ഒക്യുലാർ മീൻസ് അത് എവിടെ ആയിരിക്കും? അത് ഐസിലാണ് ഇൻഫെക്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ഒക്യുലാർ ലെഷൻസും HSV1 ആണ് കാരണം മോർ കോമൺ ദാൻ HSV2. അത് ഐസിന്റെ 4 പോറാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ഞാൻ ഫിഗർ കൊടുത്തിട്ടുണ്ട് എന്താണ് ഒക്യുലാർ ലെഷൻസ്. ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു കണ്ണിന്റെ 4 പുറം ഉണ്ടാവുന്ന ഒരു ലെഷൻസിനെയാണ് നമ്മൾ ഒക്യുലാർ ലെഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഹെർപ്പിറ്റിൽ ലാബിയലിസിന്റെ ഒരു ഫിഗറും, ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള വെസിക്കിൾസ് ഈ മൗത്തിന്റെ ലിപ്സിന്റെ 4 പുറം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഹെർപ്പിസ് ലാബിയാലിസ് എന്ന് പറയുന്നത്. ആ ഒരു ഫിഗറും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 2 ഫിഗറും ജസ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കിത് ഓർക്കാൻ പറ്റും. ഓക്കെ. പിന്നെ സിവിയർ ആയിട്ടുള്ള കൺജക്റ്റീവൈറ്റിസ് ഉണ്ടായിരിക്കും ഒക്യുലർ ലെഷൻസിൽ. പിന്നെ കോർണിയോ ബ്ലൈറ്റ്നസ്, അത് സിവിയർ കേസസിലാണെങ്കിൽ കോർണിയോ ബ്ലൈറ്റ്നസും കോസ് ചെയ്യും. ഇനി നെക്സ്റ്റ് പറയുന്നത് 5th പോയിന്റ് ആണ്, ദാറ്റ് ഇസ് ജെനിറ്റൽ ലെഷൻസ്. ജെനിറ്റൽ ലെഷൻസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ജെനിറ്റൽ ലെഷൻസ് മെയിൻ ആയിട്ട് കോസ് ചെയ്യുന്നത് HSV2 കാരണം കൊണ്ടാണ്, HSV1 കാരണം കൊണ്ടല്ല. സോ HSV2 ആണ് മോർ കോമൺ ദാൻ HSV1. ഓക്കെ. ഇവിടെ എന്താന്ന് വെച്ചാൽ വിച്ച് ഇസ് എ ബൈലാറ്ററൽ ആൻഡ് ഇറ്റ് ഇസ് വെരി പെയിൻഫുൾ ആൻഡ് മൾട്ടിപ്പിൾ ആൻഡ് പെയിൻഫുൾ വെസിക്കുലർ ലെഷൻസ്. അതായത് ഇത് ഭയങ്കര ബൈലാറ്ററൽ ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ എന്നാൽ അത് ഭയങ്കര പെയിൻഫുൾ ആണ്. സോ ക്വസ്റ്റ്യൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പെയിൻഫുൾ ആണോ അല്ലേ എന്നാണ്. ജെനിറ്റൽ ലെഷൻസ് അത് HSV2 കാരണം കൊണ്ട് കോസ് ചെയ്യുന്ന ജെനിറ്റൽ ലെഷൻസ് പെയിൻഫുൾ ആണോ അല്ലേ? ഓക്കെ. പെയിൻഫുൾ ആയിട്ടില്ല ജെനിറ്റൽ ലെഷൻസ് ഉണ്ട്, പെയിൻഫുൾ ഇല്ലാത്ത ജെനിറ്റൽ ലെഷൻസ് ഉണ്ട്. അത് വേറെ വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. ഇവിടെ ജെനിറ്റൽ ലെഷൻസ് അത് HSV2 കാരണം കൊണ്ടാണ് കോസ് ചെയ്യുന്നത്. ആൻഡ് അത് എന്തായിരിക്കും? ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ബൈലാറ്ററൽ ആണ്, മൾട്ടിപ്പിൾ പെയിൻഫുൾ വെസിക്കുലർ ലെഷൻസ് ആണ്. ഓക്കെ. ഈ ഒരു 2 പോയിന്റും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് HSV2 ജെനിറ്റൽ ലെഷൻസ്. ഓക്കെ. അപ്പോ ഇതാണ് നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിൽ പഠിച്ചത്. നെക്സ്റ്റ് നമുക്ക് ലബോറട്ടറി ഡയഗ്നോസിസ് ആണ് ഉള്ളത്. ഇത് നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? അതിൽ നമുക്ക് ഫസ്റ്റ് സൈറ്റോപാത്തോളജി വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. സാൻസ്മിയർ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജെനിറ്റൽ ഏരിയാസിൽ നമുക്കൊരു വെസിക്കുലർ റാഷസ് ഫോം ചെയ്തു, ഒരു ലെഷൻസ്, ഒരു പെയിൻഫുൾ ലെഷൻസ് ഈ ഒരു ജെനിറ്റൽ ഏരിയാസിലെ 4 പുറം ഫോം ചെയ്തു. അപ്പൊ നമ്മളത് എന്ത് ചെയ്യുക? ജസ്റ്റ് ആ ഒരു ഭാഗത്തുനിന്ന് സ്മിയർ എടുക്കുക, ആ ഒരു ലെഷൻസ് നമ്മൾ എടുക്കുക. ലെഷൻസ് എടുത്തതിന് ശേഷം നമ്മളത് സ്മിയറിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. ഈ ഒരു സ്മിയർ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു സ്മിയർ ജിംസ സ്റ്റെയിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റെയിൻ വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലീഷ്മാനോ ജിംസ സ്റ്റെയിൻ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് inclusion bodies, multinucleated giant cells, ballooning of infected cells. Okay. So Zangsmear ആണ് ഈ ഹെർപ്പിസ് ലെഷൻസ് കാണിക്കുന്നത്. സോ ഈ Zangsmear നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത് ജിംസ സ്റ്റെയിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ലീഷ്മാൻ സ്റ്റെയിൻ വെച്ചിട്ടോ ആണ് എന്ത് ചെയ്യുന്നത്? സ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ ഇൻക്ലൂഷൻ ബോഡീസ് കാണാൻ പറ്റും. ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് വെച്ചാൽ ലിപ്സ്റ്റൂൾസ് ബോഡിയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ എന്താണ് ഇൻക്ലൂഷൻ ബോഡീസ്, പിന്നെ എത്ര ടൈപ്പ് ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇൻക്ലൂഷൻ ബോഡി ഇവിടെ ഹെർപ്പിസ് വൈറസ് കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഇൻക്ലൂഷൻ ബോഡിയാണ് ലിപ്സ്റ്റൂൾസ് ബോഡി എന്ന് പറയുന്നത്. പിന്നെ മൾട്ടിന്യൂക്ലിയേറ്റഡ് ജയന്റ് സെൽസ്. മൾട്ടിന്യൂക്ലിയേറ്റഡ് ജയന്റ് സെൽസ് HSV അല്ലാണ്ട് വേറൊരു വൈറസും കൂടി കാണിക്കുന്നുണ്ട്. ഓക്കെ. അതാണ് ഏത് ഡിസീസാണ് കോസ് ചെയ്യുന്നത്? മീസിൽസ് ആണ് കോസ് ചെയ്യുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മൾട്ടിന്യൂക്ലിയേറ്റഡ് ജയന്റ് സെൽസും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. HSV മീസിൽസ് ആണ്. അപ്പൊ ഹിയർ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് HSVനെ പറ്റിയിട്ടാണ്. പിന്നെ ബലൂണിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് സെൽസും. Then we are coming into the virus isolation. വൈറസ് ഐസൊലേഷൻ ആണ് ഏറ്റവും മോസ്റ്റ് ഡെഫിനേറ്റഡ് ടൂൾ. ഓക്കെ. ആൻഡ് വൈറൽ ആന്റിജൻ ഡിറ്റക്ഷൻസ് ഉണ്ട്. അത് ഡയറക്റ്റ് IF അഥവാ ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും.
ആൻഡ് ഈ ഒരു വൈറൽ ആന്റിജൻ ഡിറ്റക്ഷൻസ് ഇറ്റ് ക്യാൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ HSV1 and 2. ഓക്കെ, വെറും HSV എന്നല്ല, വെദർ ഇറ്റ് ഈസ് HSV1 ഓർ HSV2 അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഈ ഒരു വൈറൽ ആന്റിജൻ ഡിറ്റക്ഷൻ വെച്ചിട്ട് അഥവാ ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസെന്റ് ടെസ്റ്റ് വെച്ചിട്ട്. പിന്നെ HSV DNA ഡിറ്റക്ഷൻ ബൈ PCR. ഇതൊരു മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ആൻഡ് ഇറ്റ് ക്യാൻ ഡിഫറൻഷിയേറ്റ് HSV1 and 2. ഇതും HSV1നും 2നും ഡിഫറൻഷിയേറ്റഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് PCR, ഈ ഒരു PCR മെത്തേഡ് വെച്ചിട്ട് HSV ആന്റിജൻ DNA ഡിറ്റക്ഷൻസ് ആണ് വളരെ മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ്. പിന്നെ ആന്റിബോഡി ഡിറ്റക്ഷൻ ദാറ്റ് വി ഓൾ നോ ദാറ്റ് LIC ആണ്. LIC ആണ് മോസ്റ്റ് കോമൺലി നമ്മൾ ആന്റിബോഡി ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് റീസൺ ആൻഡ് പാസ്റ്റ് ഇൻഫെക്ഷൻ, അതിപ്പോ വന്ന ഇൻഫെക്ഷൻസ് ആണോ അതോ കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ വന്ന ഇൻഫെക്ഷൻസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ബൈ യൂസിങ് ദ ELISA. സോ ലബോറട്ടറി ഡയഗ്നോസിസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് സൈറ്റോപാത്തോളജി. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സാങ് സ്മിയർ ഓഫ് ഹെർപിസ് ലെഷൻസ്. സോ അതിൽ ഇൻക്ലൂഷൻ ബോഡീസ് ആണ് ലിപ്സ്യൂസ് ബോഡി, multinucleated giant cells and ballooning of infected cell. പിന്നെ വൈറസ് ഐസൊലേഷൻ ആണ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് ഡെഫിനേറ്റീവ് ടൂൾ ഫോർ HSV. അത് കഴിഞ്ഞ വൈറൽ ആന്റിജൻ ഡിറ്റക്ഷൻസ് ഉണ്ട്. അത് ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസെന്റ് ടെസ്റ്റ് വെച്ചിട്ടാണ്. അത് HSV1ഉം 2ഉം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ HSV ആന്റിജൻ DNA ഡിറ്റക്ഷൻസ് ഉണ്ട്. പിന്നെ ആന്റിബോഡി ഡിറ്റക്ഷൻ ബൈ ELISA. സോ ഇതൊക്കെയാണ് ലബോറട്ടറി ഡയഗ്നോസിസ്. Then we are coming into the treatment. ട്രീറ്റ്മെന്റിൽ Acyclovir is a drug of choice. ഓക്കെ, Acyclovir ആണ് നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി Acyclovir റെസിസ്റ്റന്റ് ആയിട്ടുള്ള കേസസിലാണെങ്കിൽ നമുക്ക് ഫോൾകാർമിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ്. ഓക്കെ, സോ ഹെർപിസ് ഫാമിലിയിൽ നമ്മൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ HSV1 and 2 എന്ന് ഡിസ്കസ് ചെയ്തു. അതിൽ ഫസ്റ്റത്തെ ഒരു 4 പോയിന്റ് നന്നായി പഠിക്കണം. ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ബേസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ ഡയഗ്നോസിസ് പഠിച്ചു. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് അത് നമ്മൾ കുറച്ച് പിക്ചറൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് നമ്മൾ പഠിച്ചു. ഇത്രയാണ് മെയിൻ ആയിട്ട് ഹെർപിസ് ഫാമിലി ഹെർപിസ് സിംപ്ലെക്സ് വൈറസിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഹെർപിസ് വിരിഡെ ഫാമിലിയിലെ നെക്സ്റ്റ് വൈറസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെരിസെല്ല സോസ്റ്റർ വൈറസ്. നമ്മൾ പറഞ്ഞു വെരിസെല്ല സോസ്റ്റർ വൈറസ് കോസ് ചെയ്യുന്നത് ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സ് മാത്രമല്ല, പിന്നെ ഒരു സോസ്റ്റർ അഥവാ ഷിംഗിൾസ് എന്നുള്ള ഒരു ഡിസീസും കോസ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ സ്റ്റഡി മോർ അബൌട്ട് ദാറ്റ്. വെരിസെല്ല സോസ്റ്റർ വൈറസ് ഒരു വെസിക്കുലർ റാഷസ് സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിൻസിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് 2 ഫോംസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് പറയുന്നത് ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സിനെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് കുറെ പേർക്ക് വന്നു പോയൊരു ഡിസീസസ് ആണ്. ഒരു പക്ഷെ അത് അഡൾട്ട്ഹുഡിലായിരിക്കാം, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ വന്നു പോയൊരു ഡിസീസ് ആയിരിക്കാം. സോ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിസീസ് ആണ് ചിക്കൻ പോക്സ്. ആൻഡ് അതല്ലാണ്ട് പിന്നെ സോസ്റ്റർ അഥവാ ഷിംഗിൾ. ഈ ഒരു ഡിസീസിനെ പറ്റി അത്രമാത്രം എല്ലാവർക്കും ഒരു അറിവുണ്ടാവില്ല. എനിവേ വി ക്യാൻ സ്റ്റഡി. സോ ഫസ്റ്റ് വൺ ഈസ് ചിക്കൻ പോക്സ്. ഡിഫ്യൂസ് ബൈലാറ്ററൽ വെസിക്കുലർ ലാഷസ്. ഓക്കെ, സോ ഈ ഒരു സോസ്റ്ററും ചിക്കൻ പോക്സും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ചിക്കൻ പോക്സ് എന്താന്ന് വെച്ചാൽ അത് ബൈലാറ്ററൽ വെസിക്കുലർ റാഷസ് ആണ്. ഓക്കെ, അത് പ്രൈമറി ഇൻഫെക്ഷൻസ് ആണ്. യൂഷ്വലി അത് എഫക്ട് ചെയ്യുന്നത് ചിൽഡ്രനിലാണ്. അപ്പൊ ഞാൻ ചിക്കൻ പോക്സിനെ റിലേറ്റ് ചെയ്ത് 3 പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്ന്, അത് ബൈലാറ്ററൽ വെസിക്കുലർ റാഷസ് ആണെന്ന് പറഞ്ഞു. പിന്നെ അത് മെയിൻലി എഫക്ട് ചെയ്യുന്നത് കുട്ടികളിലാണ്, ചിൽഡ്രനിലാണെന്ന് പറഞ്ഞു. പിന്നെ അത് ഫോളോയിങ് ചെയ്യുന്നത് പ്രൈമറി ഇൻഫെക്ഷൻസിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി എന്താണ് ഈ സോസ്റ്റർ അഥവാ ഷിംഗിൾസ് എന്ന് പറയുന്നത്? ഈ ഷിംഗിൾസ് എപ്പോഴാണ് ഫോം ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു വെരിസെല്ല സോസ്റ്റർ വൈറസിന്റെ റീആക്ടിവേഷൻസ് കാരണമുണ്ട്. റീആക്ടിവേഷൻസ് എന്ന് വെച്ചാൽ യൂഷ്വലി ഒരു പ്രൈമറി ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ വന്നുപോയി. പക്ഷെ ഈ ഒരു വൈറസ് കംപ്ലീറ്റ്ലി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയിട്ടില്ല. അതെന്ത് ചെയ്യും? അത് നെർവ്സിലൂടെ പാസ് ചെയ്ത് ട്രാവൽ ചെയ്ത് ലാസ്റ്റ് അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തും. എന്നിട്ട് അത് എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് ഓഫ്താലമിക് ബ്രാഞ്ച് ഓഫ് ട്രൈജെമിനൽ ഗാംഗ്ലിയയിൽ വന്നിട്ടാണ് അത് ലേറ്റൻസി ഉണ്ടാക്കുക. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് which is also the site of latency of varicella zoster virus. Varicella zoster virusന്റെ reactivation ശേഷം ophthalmic branches of trigeminal gangliaയിൽ
ആണ് ഇത് ലേറ്റന്റ് ആയിട്ട് കിടക്കുക. അതായത് ഇപ്പോ ഒരാൾക്ക് ഒരു പ്രൈമറി ഇൻഫെക്ഷൻസ് ചൈൽഡ്ഹുഡിൽ വന്നു പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ചിക്കൻ പോക്സ്. ഈ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം ഒരു ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡിസീസോ അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരു ആന്റിബോഡി, അതായത് നമ്മളെ ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു സിറ്റുവേഷൻ വരികയും അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഭയങ്കര വീക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയും അല്ലെങ്കിൽ ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ ഒരു വൈറസ് അത് ഓൾറെഡി ലേറ്റന്റ് ആയി കിടക്കുന്നത് ഈ ഒരു ഓഫ്താൽമിക് ബ്രാഞ്ചസ് ഓഫ് ട്രൈജമിനൽ ഗാംഗ്ലിയയിലാണ്. അത് റീആക്ടിവേറ്റ് ആവും. അത് റീആക്ടിവേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഡിസീസ് ആണ് സോസ്റ്റർ അഥവാ ഷിംഗിൾസ് എന്ന് പറയുന്നത്. അത് മെയിൻലി ഒക്യോ ചെയ്യുന്നത് അഡൾട്ട് ലൈഫിലാണ്. മാത്രമല്ല ഇത് വെസിക്കുലർ റാഷസ് യൂണിലാറ്ററൽ ആൻഡ് സെഗ്മെന്റിലാണ്. അപ്പോ ചിക്കൻ പോക്സിൽ ഒന്നുമില്ല, ചിക്കൻ പോക്സിൽ അത് ബൈലാറ്ററൽ വെസിക്കുലർ റാഷസ് ആണ്. കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അത് പ്രൈമറി ഇൻഫെക്ഷൻസ് ആണ്. സോസ്റ്റർ അഥവാ ഷിംഗിൾസ് എന്ന് വെച്ചാൽ ഇത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് ഈ വയസ്സാവും തോറും എന്ന് വെച്ചാൽ ഒരു 60s ഒക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു വലിയൊരു അസുഖം വരുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ നമ്മളുടെ ശരീരത്തിൽ കുറയുമ്പോൾ അങ്ങനത്തെ കേസസിലേക്ക് ഈ ഒരു വൈറസ് റീആക്ടിവേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, അഡൾട്ട് ലൈഫിലാണ് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഒരു വെസിക്കുലർ ലാഷസ് ചിക്കൻ പോക്സിന്റെ പോലെ ബൈലാറ്ററൽ അല്ല, യൂണിലാറ്ററൽ ആൻഡ് സെഗ്മെന്റഡ് ആണ്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന പിക്ചർ ചിക്കൻ പോക്സിന്റെ പിക്ചർ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സോസ്റ്റർ ആൻഡ് ചിക്കൻ പോക്സ്. പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് ചിക്കൻ പോക്സിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ഇതിന് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ 2 to 3 weeks ആണ്. നമുക്കൊരു ചിക്കൻ പോക്സ് വന്നാൽ ഒരു 2 to 3 ആഴ്ച അല്ലെങ്കിൽ 21 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ നമ്മൾ കുടിക്കുക. അതാണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. ആൻഡ് ടിപ്പിക്കൽ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ചിക്കൻ പോക്സ് റാഷസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വെസിക്കുലർ ആണ്, ബൈലാറ്ററൽ ആണ്, സെൻട്രിപീറ്റൽ ആണ്. എന്താ ഈ സെൻട്രിപീറ്റൽ എന്ന് പറയുന്നത്? സെൻട്രിപീറ്റൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഈ ചിക്കൻ പോക്സിന്റെ റാഷസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഫേസിലൊക്കെ ആയിരിക്കും. ഫേസില്, ട്രങ്കില്, നമ്മുടെ ബോഡിയിലും ഫേസിലുമാണ് ഫസ്റ്റ് റാഷസ് ഉണ്ടായിരിക്കുക. പിന്നീട് ആ റാഷസ് എന്ത് ചെയ്യും, കൈകാലുകളിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോ ഈ നടുവിൽ നിന്നും, അതായത് ഫേസ് നടുഭാഗമാണല്ലോ, ഈ നടുവിൽ നിന്നും അത് എക്സ്ട്രീമിറ്റീസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫേസിൽ നിന്നും ട്രങ്കിൽ നിന്നും അത് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങിട്ടാണ്, കൈകാലുകളിലേക്കാണ്. ഓക്കെ, അതാണ് സെൻട്രിപീറ്റൽ. ഇതേപോലത്തെ സാധനമാണ് സെൻട്രിഫ്യൂഗൽ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ കാണാൻ പറ്റുന്നത് നമുക്ക് സ്മോൾ പോക്സിലാണ്. നമുക്ക് പിന്നീട് അത് പഠിക്കാം. സ്മോൾ പോക്സിലാണ് സെൻട്രിഫ്യൂഗൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതെന്താന്ന് വെച്ചാല് ഫസ്റ്റ് റാഷസ് ഉണ്ടാവുക കൈകാലുകളിലായിരിക്കും, പിന്നീടാണ് അത് ട്രങ്ക്സിലേക്കും പിന്നെ മീൻസ് ഫേസിലേക്കും ഒക്കെ അത് വരുന്നത്. അപ്പൊ ഫസ്റ്റ് അത് സെൻട്രിഫ്യൂഗൽ എന്ന് പറയുകയാണെങ്കിൽ എക്സ്ട്രീമിറ്റീസിൽ നിന്നും അത് നേരെ സെന്ററിലേക്ക് വരും. സെൻട്രിപീറ്റൽ എന്ന് വെച്ചാൽ സെന്ററിൽ നിന്നും അത് എക്സ്ട്രീമിറ്റീസിലേക്ക് പോകും. ഓക്കെ, അപ്പൊ സെൻട്രിപീറ്റൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചിക്കൻ പോക്സിലാണ്. അതാണ് ആ ഒരു റാഷസ്, അങ്ങനെയാണ് അതിന്റെ ഒരു മൂവ്മെന്റ് വരുന്നത്. റാഷസ് നമുക്ക് മൾട്ടിപ്പിൾ ക്രോപ്സ് ആയിട്ടാണ് അപ്പിയർ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഫസ്റ്റ് ഒരു കുറച്ച് റാഷസ് വരും, അപ്പൊ നമുക്ക് കുറച്ച് പനി വരും. പിന്നെ ആ ഒരു റാഷസ് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുത്ത റാഷസ് വരും, അപ്പോഴും നമുക്കൊരു പനി വരും. അങ്ങനെ ഓരോ റാഷസ് പൊന്തും തോറും നമുക്ക് ആ ടൈമിലൊക്കെ പനി വന്നു പോയിക്കൊണ്ടിരിക്കും. അതാണ് മൾട്ടിപ്പിൾ ക്രോപ്സ് എന്ന് പറയുന്നത്. ചിക്കൻ പോക്സ് യൂഷ്വലി ഒരു ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ഡിസീസസ് ആണ്. പക്ഷെ അത് അഡൾട്ടിൽ ഒക്യൂർ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ചൈൽഡ്ഹുഡിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി അത് എന്തായിരിക്കും, സിവിയർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് ഹെമറേജിക് റാഷസ് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതൽ അഡൾട്ടിലായിരിക്കും. ചൈൽഡ്ഹുഡിൽ ചിക്കൻ പോക്സ് വന്നാൽ അത്രമാത്രം ഇമ്പോർട്ടൻറ്റ്, മീൻസ് അത്രമാത്രം സിവിയാരിറ്റി ഇല്ല. ഇനി അപ്പൊ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്, അത് വെസിക്കുലർ ആണ്, ബൈലാറ്ററൽ ആണ്, സെൻട്രിപീറ്റൽ ആണ്. ഓക്കെ, പിന്നെ റാഷസ് മൾട്ടിപ്പിൾ ക്രോപ്സിലാണ്, പിന്നെ ചൈൽഡ്ഹുഡ് ഡിസീസസ് ആണ്. ഓക്കെ, ഇനി തന്നെ കമ്മിങ് ഇൻ ടു ദ കോംപ്ലിക്കേഷൻസ്. കോംപ്ലിക്കേഷൻസിൽ വരികയാണെങ്കിൽ മോസ്റ്റ് ഇൻഫെക്ഷ്യസ് കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. ഓക്കെ, സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ CNS, അതായത് മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ വെരിസെല്ല, ന്യൂമോണിയ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും.
ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ്. കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ CNS മാനിഫെസ്റ്റേഷൻസ് ആയിട്ടില്ല എൻസെഫലൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് ഇതെല്ലാം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതെല്ലാം കോംപ്ലിക്കേഷൻസ് ആണ്. സിവിയർ കേസസിന് മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാവുക. പിന്നെ വെരിസെല്ല ന്യൂമോണിയ ഉണ്ടായിരിക്കും. ഈ ഒരു ചിക്കൻ പോക്സ് പ്രഗ്നൻസിയുടെ സമയത്ത് ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഈ യൂഷ്വലി ചിക്കൻ പോക്സ് പ്രഗ്നൻസിയുടെ സമയത്ത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗവും സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗവും വരുന്ന സമയത്താണ് ചിക്കൻ പോക്സ് ഭയങ്കര സിവിയർ ആയിട്ട് പ്രഗ്നൻസിയുടെ കേസസിൽ ഉണ്ടാവുക. ഇപ്പോ എന്താ പറയാ, ഒരു 6 to 12 വീക്സിന്റെ ഉള്ളിലാണ് ചിക്കൻ പോക്സ് വരുന്നെങ്കിൽ, ഓക്കെ, 6 to 12 വീക്സ് ഡ്യൂറിങ് പ്രഗ്നൻസിയുടെ സമയത്താണ് പറയുന്നത്. 6 to 12 വീക്സിന്റെ ഉള്ളിലാണ് ഈ ഒരു ചിക്കൻ പോക്സ് വന്നെങ്കിൽ അവിടെ മാക്സിമം ഇന്ററാക്ഷൻ കോസ് ചെയ്യുന്നത് ഈ ലെഗും അതുപോലെ തന്നെ ഹാൻഡിലും ഇല്ല ഡെവലപ്മെന്റൽ ഡിഫോർമിറ്റീസ് എല്ലായിരിക്കും വരിക. അതായത് ലെഗും ഹാൻഡൊക്കെ കൂടുതലധികം മാൽഫോർമേഷൻസ് ഒക്കെ കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുന്നത് 6 to 12 വീക്സിലാണ്. എന്നാൽ പ്രഗ്നൻസിന്റെ സമയത്ത് 16 to 20 വീക്സിന്റെ സമയത്ത് അത് ബ്രെയിൻ ഇൻവോൾവ്മെന്റ് ആണ്. അതായത് ബ്രെയിൻ മാൽഫോർമേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ്. ഇത് ഞാൻ പറയുന്നത് മദറിന്റെ കേസ് അല്ല, ഫീറ്റസിന്റെ കേസാണ്. ഓക്കെ, സോ ഫീറ്റസിൽ ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക. ആൻഡ് പ്രഗ്നൻസി മദറിലും ഇത് ബാധിക്കും പ്രഗ്നൻസിയുടെ സമയത്ത് ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ. സോ ഏറ്റവും കൂടുതലായിട്ട് ലേറ്റ് ഫസ്റ്റ് ട്രൈമസ്റ്ററും first second trimester and late first trimester and first second trimester ഇതിലാണ് ഏറ്റവും കൂടുതലായിട്ട് ചിക്കൻ പോക്സ് പ്രഗ്നൻസിയുടെ സമയത്ത് ഭയങ്കര സിവിയർ ആയിട്ട് വരുന്നത്. Then we are coming into the epidemiology. Chicken pox is ഭയങ്കര കണ്ടീഷ്യസ് ആയിട്ടുള്ള ഡിസീസ് ആണ് ചിക്കൻ പോക്സ്. ഇതിന്റെ ഇൻഫെക്ടിവിറ്റി, ദാറ്റ് മീൻസ് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 2 days before the onset of rashes to 5 days after the onset of rashes. റാഷസ് വരുന്നതിന്റെ 2 ദിവസം മുന്നേയോ റാഷസ് വന്നിട്ടില്ല 5 ദിവസം ശേഷം ഉള്ള ഒരു പീരീഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, വൺസ് ഇത് ഇൻഫെക്റ്റഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി നമുക്ക് തരും. ഓക്കെ, പിന്നീട് ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ, സെക്കൻഡറി ചിക്കൻ പോക്സ് നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അത് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി നമുക്ക് തരും. റിസർവോയർ ഹ്യൂമൻസ് ആണ് ആകെ ഒരു റിസർവോയർ എന്ന് പറയുന്നത്. പിന്നെ പേഷ്യൻസ് ആണ് ആകെ ഒരു സോഴ്സ്. അവിടെ കരിയേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ദെൻ that is all about the chicken pox. Okay, so when we are coming into zoster അഥവാ shingles എന്ന് പറയുകയാണെങ്കിൽ, ഷിംഗിൾസ് മെയിൻ ആയിട്ട് ഒക്യൂർ ചെയ്യുന്നത് റീആക്ടിവേഷൻസ് ഓഫ് ലേറ്റന്റ് വെരിസെല്ല സോസ്റ്റർ വൈറസ് ഇൻ ഓൾഡ് ഏജ്. ഇമ്മ്യൂണിറ്റി കുറയുകയും അല്ലെങ്കിൽ വല്ല അസുഖം വരികയും, അതായത് ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസീസസ് വരികയും, അല്ലെങ്കിൽ ഏജിനനുസരിച്ചിട്ട്, അതായത് 60s മേലുള്ള ഏജിലൊക്കെ നമുക്കറിയാം ഇമ്മ്യൂണിറ്റി കുറയും. സോ അങ്ങനത്തെ കേസസിൽ ഉണ്ടാവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അസുഖമാണ് സോസ്റ്റർ അഥവാ ഷിംഗിൾ ഡ്യൂ ടു റീആക്ടിവേഷൻസ് ഓഫ് ലേറ്റന്റ് വെരിസെല്ല സോസ്റ്റർ വൈറസ്. സോ ഇതിലെ റാഷസ് എന്ന് വെച്ചാൽ യൂണിലാറ്ററൽ ആൻഡ് സെഗ്മെന്റഡ് ആണ്. സോ റാഷസ് മീൻസ് ഇറ്റ് ഈസ് യൂണിലാറ്ററൽ ആൻഡ് ആസ് വെൽ ആസ് സെഗ്മെന്റഡ് ആൻഡ് it is mainly affected area of the skin supplied by affected nerves. Complications എന്ന് വെച്ചാൽ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറോളജിയ ആൻഡ് സോസ്റ്റർ ഓഫ്താൽമിറ്റിക്കസ്. ഓക്കെ, സോസ്റ്റർ ഓഫ്താൽമിറ്റിക്കസ് എന്ന് വെച്ചാൽ യൂണിലാറ്ററൽ ആയിട്ടുള്ള പെയിൻഫുൾ ടോപ്സ് ഓഫ് സ്കിൻ റാഷസ്. നമുക്ക് കണ്ണിന്റെ 4 പുറം യൂണിലാറ്ററൽ പെയിൻഫുൾ റാഷസ് കാണാൻ പറ്റും. യൂണിലാറ്ററൽ സോസ്റ്ററിന്റെ കേസിലാണ് വരുന്നത്. ബൈലാറ്ററൽ വരുന്നത് ചിക്കൻ പോക്സിന്റെ കേസസിലാണ്. അപ്പൊ യൂണിലാറ്ററൽ ആയിട്ടുള്ള പെയിൻഫുൾ റാഷസ് നമുക്ക് സോസ്റ്റർ ഓഫ്താൽമിക്കസിലാണ്, അതായത് ഷിംഗിൾസ് കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ. ഓക്കെ, അത് എൽഡർലി പേഷ്യൻസിലാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഷിംഗിൾസിന്റെ പിക്ചർ. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് പറയുകയാണെങ്കിൽ എസൈക്ലോവിർ ഈസ് എ ഡ്രഗ് ഓഫ് ചോയ്സ്. ഓക്കെ, സോ മറ്റേന്റെ അതേപോലെ തന്നെ എസൈക്ലോവിർ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഷിംഗിൾസിന്റെ കേസിൽ. ഓക്കെ, ഇനി വെരിസെല്ല സോസ്റ്റർ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എപ്പോഴാണ് കൊടുക്കുക എന്ന് വെച്ചാല്, ഒരു നമ്മൾക്കിപ്പോ ഇന്ന് എക്സ്പോഷർ, നമ്മൾ ഇന്ന് ഈ ഒരു ഡിസീസസിന് എക്സ്പോസ്ഡ് ആയി,
അപ്പോൾ ഒരു 96 ഉള്ളിൽ നമ്മൾ ഈ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിസീസ് നമുക്ക് വരില്ല. അപ്പൊ ഇന്ന് നമ്മൾ എക്സ്പോസ്ഡ് ആയിക്കുകയാണെങ്കിൽ 96 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കാൻ നോക്കുക. നിയോനാറ്റ്സിന്റെ കേസിൽ ഇപ്പൊ ചിക്കൻ പോക്സ് ഇല്ല ഒരു മദർ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു. അപ്പൊ നിയോനാറ്റ്സിന്റെ കേസിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എങ്ങനെയെന്ന് വെച്ചാല് ഇഫ് ദ ഓൺസെറ്റ് ഓഫ് ചിക്കൻ പോക്സ് ഇൻ ദ മദർ ഈസ് ബിറ്റ്വീൻ ലെസ് ദാൻ 5 days ബിഫോർ ദ ഡെലിവറി ടിൽ ദ 48 hours ആഫ്റ്റർ ഡെലിവറി. ഓക്കെ, അപ്പൊ ഈ ഒരു ഓൺസെറ്റ് മീൻസ് ഈ ഒരു ചിക്കൻ പോക്സ് ഇൻഫെക്ഷൻസ് ഡെലിവറിയുടെ 5 ദിവസം മുന്നേ ആണ് ഇൻഫെക്ഷൻസ് വന്നെങ്കിൽ നമ്മുടെ കുട്ടി ജനിച്ച ഒരു 48 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു കുട്ടി ഈ ഒരു ചിക്കൻ പോക്സ് നിന്ന് ഫ്രീ ആയിരിക്കും. ഓക്കെ, സോ നമ്മളുടെ കേസ് ആണെങ്കിൽ നമ്മൾ അഡൾട്ടിന്റെ കേസ് ആണെങ്കിൽ 96 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കൊടുക്കുക. ആൻഡ് നിയോനാറ്റ്സിന്റെ കേസിലാണെങ്കിൽ 48 hours ഉള്ളിൽ നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നമ്മൾ കൊടുക്കണം. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ വെരിസെല്ല സോസ്റ്റർ വൈറസ്. ഇനി നമുക്ക് അടുത്തത് സൈറ്റോമെഗാലോ വൈറസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. സൈറ്റോമെഗാലോ വൈറസ് കോസ് ചെയ്യുന്നത് ഈ ഹെർപ്പിസ് വിരിഡെ ഫാമിലി ഒരു ഫാമിലിയാണ് ഈ സൈറ്റോമെഗാലോ വൈറസ് എന്ന് പറയുന്നത്. ഈ ഹെർപ്പിസ് വിരിഡെ ഫാമിലിയിൽ ലാർജസ്റ്റ് വൈറസ് ആണ് സൈറ്റോമെഗാലോ വൈറസ്. ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാല് കൺജനറ്റൽ CMV ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കും, പെരിനാറ്റൽ CMV ഇൻഫെക്ഷൻസ്, ഇമ്മ്യൂണോ കോമ്പിറ്റന്റ് അഡൾട്ട്. ഇതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഡിസീസ് ആണ് മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിൻഡ്രോം. മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിൻഡ്രോം കോസ് ചെയ്യുന്നത് സൈറ്റോമെഗാലോ വൈറസ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് കൺജനറ്റൽ CMV ഇൻഫെക്ഷൻസിൽ CMV ഇസ് പ്രോബബ്ലി ദ മോസ്റ്റ് കോമൺ ഇൻട്രായൂട്ടേറിയൻ ഇൻഫെക്ഷൻ. ഇൻട്രായൂട്ടേറിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു CMV വൈറസ് കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ CMV ഇസ് പ്രോബബ്ലി ദ മോസ്റ്റ് കോമൺ ഇൻട്രായൂട്ടേറിയൻ ഇൻഫെക്ഷൻ. പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഇമ്മ്യൂണോ കോമ്പിറ്റന്റ് അഡൾട്ട് മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിൻഡ്രോം. ഓക്കെ, അപ്പൊ എന്താണ് ഈ മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിൻഡ്രോം? അതിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള വേറൊരു ഡിസീസ് ആണ് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതായത് മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിൻഡ്രോം ഏത് വൈറസ് കാരണം കൊണ്ടാണ് കോസ് ചെയ്യുന്നത്? ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് ഏത് വൈറസ് കാരണം കൊണ്ടാണ് കോസ് ചെയ്യുന്നത്? അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് കോസ് ചെയ്യുന്നത് എപ്സ്റ്റീൻ ബാർ വൈറസ് അഥവാ EBV. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കും. അതും ഹെർപ്പിസ് വിരിഡെ ഫാമിലി പെട്ട ഒരു വൈറസ് ആണ്. മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിൻഡ്രോം എന്ന് പറയുകയാണെങ്കിൽ അത് കോസ് ചെയ്യുന്നത് CMV കാരണം കൊണ്ടാണ്. ഓക്കെ, ഇതിന്റെ ക്ലിനിക്കൽ സിംറ്റംസ് എന്താന്ന് വെച്ചാൽ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസിൽ നമുക്ക് ഫീവർ കാണാൻ പറ്റും, പിന്നെ റാഷസ് ഉണ്ടായിരിക്കും, ഹെപ്പാറ്റോസ്പ്ലീനോമെഗലി ദാറ്റ് ഈസ് എൻലാർജ്മെന്റ് ഓഫ് ലിവറും പിന്നെ സ്പ്ലീനും ലിവറും എന്ത് ചെയ്യും, എൻലാർജ്ഡ് ആവും. അതാണ് എൻലാർജ്മെന്റ് ഓഫ് സ്പ്ലീൻ ആൻഡ് ലിവർ, ദാറ്റ് ഈസ് ഹെപ്പാറ്റോസ്പ്ലീനോമെഗലി. എക്സുഡേറ്റീവ് ഫാരഞ്ചൈറ്റിസ്. ഓക്കെ, എക്സുഡേറ്റീവ് ഫാരഞ്ചൈറ്റിസ് പിന്നെ സെർവിക്കൽ ലിംഫ്നോപ്പതി. ഇതൊക്കെയാണ് എന്ത് ക്ലിനിക്കൽ സിംറ്റംസ് ഓഫ് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ്. മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിൻഡ്രോംസിൽ ഈ ഒരു സിമിലർ പ്രസന്റേഷൻ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ എക്സുഡേറ്റീവ് ഫാരഞ്ചൈറ്റിസ് ഉണ്ടാവില്ല, സെർവിക്കൽ ലിംഫ്നോപ്പതി ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ആബ്സെന്റ് ആയിട്ടുള്ളത് മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിൻഡ്രോം CMV കാരണം കൊണ്ടാണ്. എന്നാൽ ബാക്കിയെല്ലാ ഫീവർ, മയാൾജിയ, പിന്നെ ഹെപ്പാറ്റോസ്പ്ലീനോമെഗലി, എക്സുഡേറ്റീവ് ഫാരഞ്ചൈറ്റിസ് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസിലാണ്. ഓക്കെ, ഇനി ഹെട്രോഫൈൽ ആന്റിബോഡീസ് എലിവേറ്റഡ് ആണ് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസിൽ, അത് നെഗറ്റീവ് ആണ് ഇതില് മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിൻഡ്രോം. സോ പോൾ ബ്രുണൽ ടെസ്റ്റ് ഈസ് നെഗറ്റീവ് in the case of CMV, that is mononucleosis like syndrome. And heterophile antibodies അത് എലിവേറ്റഡ് ആണ്. ഓക്കെ, ഈ ഒരു പോൾ ബർണൽ ടെസ്റ്റ് വെച്ച് ചെയ്യുമ്പോൾ ഹെട്രോഫൈൽ ആന്റിബോഡീസ് എലിവേറ്റഡ് ആണ് ഇൻ ദ കേസ് ഓഫ് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ്. The next one is laboratory diagnosis. ലബോറട്ടറി ഡയഗ്നോസിസിൽ CMVയുടെ ലബോറട്ടറി ഡയഗ്നോസിസിൽ
നമുക്ക് ഇൻക്ലൂഷൻ ബോഡീസ് യൂറിനിലാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ യൂറിൻ എന്നുള്ള വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂറിനിലെ ഇൻക്ലൂഷൻ ബോഡീസ് കാണപ്പെടുന്ന വൈറസ് ഏതാന്ന് ചോദിച്ചാൽ അത് CMV ആണ്. അങ്ങനെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. CMV പ്രൊഡ്യൂസേഴ്സ് പെരിന്യൂക്ലിയർ, അതായത് നമ്മുടെ സൈറ്റോപ്ലാസ്മിക് ആയിട്ടുള്ള ഇൻക്ലൂഷൻ ബോഡീസും ആൻഡ് ഇൻട്രാന്യൂക്ലിയസ് ഇൻക്ലൂഷൻ ബോഡീസും ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ ബോഡീസും നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. അത് ഔൾസ് ഐ അപ്പിയറൻസ് ആണ്. ഈ ഒരു ഫിഗർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഔൾസ് ഐ അപ്പിയറൻസ് ആണ്. ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഔൾ ഐ, അതായത് ഒരു ഔൾ ഇരിക്കുന്ന പോലെ, ഔളിന്റെ മുഖഭാഗം പോലെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അതാണ് ഇതിന് ഔൾസ് ഐ അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഇത് ബോത്ത് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് ആൻഡ് ഇൻട്രാ ന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വൈറസ് ഐസൊലേഷൻ, പിന്നെ ആന്റിബോഡി ഡിറ്റക്ഷൻസ് ആൻഡ് ആന്റിജൻ ഡിറ്റക്ഷൻസ്. അതൊന്നും അത്രമാത്രം വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത് ഇൻക്ലൂഷൻ ബോഡി, സൈറ്റോമെഗാലോ വൈറസ് കോസ് ചെയ്യുന്ന ഇൻക്ലൂഷൻ ബോഡി ഏതാന്ന് ചോദിച്ചാൽ ഔൾസ് ഐ അപ്പിയറൻസ് ഇല്ല. ബോത്ത് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് ആൻഡ് ഇൻട്രാ ന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എപ്സ്റ്റീൻ ബാർ വൈറസ്. എപ്സ്റ്റീൻ ബാർ വൈറസും കോസ് ചെയ്യുന്നത് ഹെർപ്പിസ് വിരിഡെ ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് എപ്സ്റ്റീൻ ബാർ വൈറസ്. എപ്സ്റ്റീൻ ബാർ വൈറസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓറോഫെറാഞ്ചിയൽ കോണ്ടാക്റ്റിലൂടെയാണ്. ഓക്കെ, സോ ഓറോഫെറാഞ്ചിയൽ കോണ്ടാക്റ്റിലൂടെ കോസ് ചെയ്യുന്നതാണ് എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്നത്. ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ്? അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പഠിച്ചു. അതിൽ ഫീവർ ഉണ്ടായിരിക്കും, മയാൾജിയ ഉണ്ടായിരിക്കും, ഹെപ്പാറ്റോസ്പ്ലീനോമെഗലി ഉണ്ടായിരിക്കും, പിന്നെ എക്സുറേറ്റീവ് പാരജൈറ്റിസ് ഒക്കെ കാണാൻ പറ്റും, സെർവിക്കൽ ലിംഫോഡോപ്പതി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ് ഈ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. പിന്നെ EBV അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മാലിഗ്നൻസീസ് ഉണ്ട്. ഓക്കെ, ഹോഡ്സ്കിൻസ് ലിംഫോമ, നോൺ ഹോഡ്സ്കിൻസ് ലിംഫോമ, മീസോഫെറാഞ്ചിയൽ കാർസിനോമ, ബെർക്കിറ്റ് ലിംഫോമ. ഈ 4 പോയിന്റും, ഈ ഒരു 4 ഡിസീസും, ഈ ഒരു 4 മാലിഗ്നൻസിയും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു 4 പേര് വെച്ചിട്ട്, ഏതെങ്കിലും ഒരു പേര് വെച്ചിട്ട് ഇത് ഏത് വൈറസിനെ അസോസിയേറ്റഡ് ചെയ്തിട്ടുള്ള മാലിഗ്നൻസി ആണോ എന്ന് ചോദിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോ EBV അസോസിയേറ്റഡ് ആയിട്ടുള്ള മാലിഗ്നൻസി ആണ് ബെർക്കിറ്റ് ലിംഫോമ, മീസോഫെറാഞ്ചിയൽ കാർസിനോമ ആൻഡ് ഹോഡ്സ്കിൻസ് ലിംഫോമ, നോൺ ഹോഡ്സ്കിൻസ് ലിംഫോമ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് മീസോഫെറാഞ്ചിയൽ കാർസിനോമ. ഇതൊരു ടൈപ്പ് ഓഫ് മാലിഗ്നൻസിയ. അത് ഏത് വൈറസ് ആയിട്ട് അസോസിയേറ്റഡ് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് പറയണം എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ്. അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ആൻഡ് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇത് യൂഷ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഓറോഫെറാഞ്ചിയൽ കോണ്ടാക്റ്റിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലബോറട്ടറി ഡയഗ്നോസിസ്. ലബോറട്ടറി ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ ഹെട്രോഫൈൽ ആന്റിബോഡി ഡിറ്റക്ഷൻ, പോൾ ബെർണൽ ടെസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ടേബിളിൽ പഠിച്ചു. ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയസിസും മോണോന്യൂക്ലിയസിസ് ലൈക്ക് സിൻഡ്രോംസിന്റെയും ഡിഫറൻസിൽ നമ്മൾ പഠിച്ചിരുന്നു. ഈ ഒരു പോൾ ബെർണൽ ടെസ്റ്റില് ഹെട്രോഫൈൽ ആന്റിബോഡി എലിവേറ്റഡ് ആവുന്നത് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസിലാണ്. എന്നാൽ അത് ലെസ് അല്ലെങ്കിൽ അബ്സെന്റ് ഏതിലാണ്? മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിൻഡ്രോം. അത് CMV കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഹെട്രോഫൈൽ ആന്റിബോഡി ഡിറ്റക്ഷൻ ബൈ പോൾ ബെർണൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇതൊരു ഹെട്രോഫൈൽ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷീപ്പിന്റെ RBC ആണ്. ഷീപ്പിന്റെ RBC വെച്ചിട്ട് നമ്മുടെ ഹെട്രോഫൈൽ ആന്റിബോഡീസിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഹെട്രോഫൈൽ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ്. ഷീപ്പിന്റെ RBC വെച്ചിട്ട് നമ്മൾ ഹെട്രോഫൈൽ ആന്റിബോഡീസിനെ ഡിറ്റക്ട് ചെയ്യുന്നു ഇൻ ദ പേഷ്യന്റ് സിറം. സോ ദാറ്റ് ഈസ് കോൾഡ് ദ പോൾ ബെർണൽ ടെസ്റ്റ്. പോൾ ബെർണൽ ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ളത് EBV വൈറസിലാണ്, എന്നാൽ അത് നെഗറ്റീവ് ആയിട്ടുള്ളത് CMV-യിലാണ്. അതും കൂടി നമ്മൾ ഓർത്തു വെക്കുക. സോ ദ നെക്സ്റ്റ് ഹെർപ്പിസ് വിരിഡെ ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ചെയ്തതാണ് ഹ്യൂമൻ ഹെർപ്പിസ് വൈറസ് 6. ഹ്യൂമൻ ഹെർപ്പിസ് വൈറസ് 6-ല് ഇതിന് നമുക്ക് വേറെ ഒരു ഡിസീസും കൂടി പറയാം. സിക്സ്ത് ഡിസീസ് ഈസ് ഓൾസോ കോൾഡ് എക്സാന്തിമ സുബീറ്റം ആൻഡ് റൂസിയോള ഇൻഫാന്റം. ഈ 2 ടേമും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഈ എക്സാന്തിമ സുബീറ്റം എന്ന് പറയുന്നത് ഏത് ഹെർപ്പിസ് വൈറസിനെയാണ്? ഓക്കെ, ഓപ്ഷൻസ്
4 5 1 6. അപ്പൊ നമ്മൾ പറയണം 6. ഓക്കെ, അപ്പൊ 6th ഡിസീസ് ആണ്. 6th ഡിസീസിനെ രണ്ട് പേരിൽ നമുക്ക് അറിയപ്പെടും. ദി ഫസ്റ്റ് വൺ ഈസ് എക്സാന്തിമസ് സുബീറ്റം ആൻഡ് റൂസിയോള ഇൻഫാന്റം. ഈ രണ്ട് പേരും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. HHV1, അതായത് ഹ്യൂമൻ ഹെർപ്പിസ് വൈറസ് 6 ഹാസ് ബീൻ അസോസിയേറ്റഡ് വിത്ത് മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിൻഡ്രോം. ഓക്കെ, സോ മോണോന്യൂക്ലിയോസിസ് ലൈക്ക് സിൻഡ്രോം എന്ന് വെച്ചാല് അത് ഏതാണ്? CMV, സൈറ്റോമെഗാലോ വൈറസ് കോസ് ചെയ്യുന്നതാണ്. അതായിട്ട് അസോസിയേറ്റഡ് ചെയ്തിട്ടുണ്ട് ഈ ഹ്യൂമൻ ഹെർപ്പിസ് വൈറസ് 6 എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ ഹെർപ്പിസ് വൈറസ് 8. ഹ്യൂമൻ ഹെർപ്പിസ് വൈറസ് 8 ഹെർപ്പിസ് വിരിഡെ ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ചെയ്തതാണ്. ഈ ഹ്യൂമൻ ഹെർപ്പിസ് വൈറസ് 8നെ കാപ്പോസി സാർക്കോമ അസോസിയേറ്റഡ് ഹെർപ്പിസ് വൈറസ് എന്ന് പറയും. സോ ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നമ്മളത് ഓർത്തിരിക്കേണ്ടതാണ്. സോ കാപ്പോസി സാർക്കോമ എന്ന് പറയുന്നത് ഏത് ഹെർപ്പിസ് വൈറസ് ആണ്? ഓപ്ഷൻസ് 2, 8, 6, 5 ഏതെങ്കിലും ഒന്ന്. അപ്പൊ ആൻസർ എന്താണ്? 8 ആണ്. സോ ഹ്യൂമൻ ഹെർപ്പിസ് വൈറസ് 8 ആണ് കാപ്പോസി സാർക്കോമ കോസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഹ്യൂമൻ ഹെർപ്പിസ് വിരിഡെ ഫാമിലിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതില് ആ ഒരു ഫസ്റ്റത്തെ ടേബിള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സബ് ഫാമിലി വെച്ചിട്ടുള്ള ആൽഫ ബീറ്റ ഗാമ, പിന്നെ ഈ പറഞ്ഞ കാപ്പോസി സാർക്കോമ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും, പിന്നെ റെഡ് മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെയധികം നോക്കണം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ക്ലാസ്. താങ്ക് യു.